എൻ്റെ പേര് മനോജ്, എൻ്റെ കൂടെ ഇത് സിന്ധു. എല്ലാവരും അച്ഛൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എന്ത് മനസ്സിലായി എന്ന് നമുക്കൊന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? എനിക്ക് ഈ അച്ഛൻ്റെ സെഷൻ എല്ലാം കേട്ടപ്പോൾ ഒരു കാര്യം വളരെ ഹൃദയസ്പർശി എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, വളരെ ഒരു ബോധ്യം വന്നത് ഈ ടെറിട്ടോറിയലായിട്ടുള്ള ചില പിശാചുക്കളിവിടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? സിന്ധു ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഓർത്തത്, ഞാൻ അമേരിക്ക വന്നു, അയ്യോ പിശാചിൻ്റെ ഒരു ടെറിട്ടറിയിലോട്ടാണ് ഞാൻ വരുന്നത് എന്നങ്ങനെ ചിന്തിച്ചില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു, നമ്മളൊരു ടെറിട്ടറി ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ പിശാചിനെ ഓടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരു ബലിപീഠം ഉണ്ടാക്കുക, അതാണ് പിതാക്കന്മാരൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓർത്തിട, ഞാൻ അമേരിക്ക വന്നിട്ട് ഒരു ബലിപീഠം ഉണ്ടാക്കിയോ? നിങ്ങളൊക്കെ ഉണ്ടാക്കിയോ? നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ അച്ഛനെ പ്രസൻറ്റ് ചെയ്ത കാര്യത്തോട് നമ്മളൊന്ന് ക്രിയാത്മകമായിട്ടൊന്ന് ചിന്തിക്കുക. നമ്മുടെയൊക്കെ വീടുകളിലും ഉണ്ടോ ബലിപീഠം? പിന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഒത്തിരി സ്ട്രൈക്ക് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ബലിപീഠത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് നമ്മളെ എല്ലാം ടേക്ക് കെയർ ചെയ്തോളും. അങ്ങനൊരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? കുറച്ച് പേരൊക്കെ കേസ് പറയുന്നുണ്ട്. എന്നാലും നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളുടെ വീടുകളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അച്ഛൻ എംഫാറ്റിക്കായിട്ട് പറഞ്ഞു, നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ മക്കളാണ്. അപ്പം ശരിക്കും നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? എന്ത് തോന്നുന്നു സിന്ധു? എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ട്രഗിൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമുക്കിത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അതിനെ ഒരു പ്രാക്ടിക്കലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അച്ഛൻ പറഞ്ഞ ചില ആളുകളെ എനിക്ക് ഓർമ്മ വരുന്നത്, ഒന്ന് അച്ഛൻ്റെ അമ്മയായിരുന്നു. എനിക്കറിഞ്ഞോട് അമ്മയ്ക്ക് എത്ര തിയറി അറിയാമെന്ന്. അച്ഛൻ പറഞ്ഞ ഈ ബലി ഒന്നുമില്ല എന്ന് അച്ഛൻ തന്നെ പറഞ്ഞു. പക്ഷേ ദർ ഈസ് സംതിങ് ബിയോണ്ട് ദീസ് that has been revealed by God. You know, the Father reveals these things, not the flesh and blood. ഇപ്പം നമ്മളുണ്ടൊരു മെഡിസിൻ പഠിച്ചു, പക്ഷേ നമുക്ക് അവിടെ ഇതൊക്കെ എന്തെങ്കിലും പിടികിട്ടിയോന്നറിയില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സയൻറ്റിഫിക് ടേംസിൽ കർത്താവ് പറഞ്ഞു തന്നതാണ്. പക്ഷേ ദർ ഈസ് സംതിങ് ബിയോണ്ട് ദിസ് ദാറ്റ് ഗാഡ് ഹാസ് ടു ഡൗൺലോഡ് ഇൻ ടു അവർ ഹാർട്ട് that really consumes our whole being, and that transformation has to take place. കാരണം അച്ഛൻ പറയുമായിരുന്നു, അച്ഛനെ കേൾക്കുന്ന കുറേ പേരുണ്ട്, പക്ഷെ അവർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പലപ്പോഴും ഈ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം അതാന്ന് പറയും. അപ്പോൾ അതെന്നെ ഒത്തിരി സ്പർശിച്ചായിരുന്നു. കാരണം കർത്താവെ, നിൻ്റെ കൃപയാണെല്ലാം, നീ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപയ്ക്ക് മേൽ കൃപ വേണം, എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പിന്നെയും കൃപ വേണം. ഇങ്ങനത്തെ കുറേ കൃപയുടെ മേലുള്ള കൃപകൾ ഇങ്ങനെ ഡിസയർ ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി. എന്നെ ഏറ്റവും അധികം ആശ്വസിപ്പിച്ച കൊളോസിയൻസിൽ നിന്നുള്ള വേർഡ്സ് ആയിരുന്നു അച്ഛൻ പറഞ്ഞത്. ഹി മെയ്ഡ് ദ പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് എ സ്പെക്ടക്കിൾ ഓൺ ദ ക്രോസ്. കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ, ഞാൻ മെഡിസിൻ പഠിച്ചാണ്, അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു ഡിസ്കഷൻ നടക്കുമായിരുന്നു. അതിലൊരാളൊരു പോയട്രി എഴുതി, ഗാഡ് ഈസ് ഡെഡ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ അതിനൊരു റിവേഴ്സ് പോയട്രി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറേ ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തത്, ഈ കുരിശിൻ്റെ ആ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ കൃപ വേണം, നല്ല എളിമയും വേണം. അല്ലെങ്കിൽ ഇതൊന്നും പിടികിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര പഠിച്ചാലും വലിയ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സിമ്പിൾ ഫെയ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അച്ഛൻ പറയുമ്പോൾ, ഈ വചനം പറയുമ്പം ദർ ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ആൻ ഇമ്പാർട്ടേഷൻ ഓഫ് ഫെയ്ത്ത് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ, ആൻഡ് ഐ കുഡ് സെൻസ് ദാറ്റ്, ഇൻക്ലൂഡിങ് മീ. There is kind of a deeper understanding of what we believe. That is the power of the scripture when it is spoken with faith. So, ഈ കാര്യങ്ങളാണ് എന്നെ ഏറ്റവും ആശ്വസിപ്പിച്ചത്, and that has given me so much hope, and I say power. So, the devil ഉണ്ടെങ്കിൽ പേടിക്കണ്ട, കർത്താവ് അതിനെ ഒരു സ്പെക്ടക്കിൾ ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, I don't know how to translate exactly into Malayalam, but that verse is so powerful that അതിനെ അങ്ങ്
കർത്താവ് ഇങ്ങനെ നാണം കെട്ടിങ്ങനെ കിടക്കുന്നു എന്ന് ആളുകൾ പറഞ്ഞ് കർത്താവ് മരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ദർ ഈസ് സംതിങ് ഡീപ്പർ ഇൻ ദർ ദാറ്റ് ദ ഹ്യൂമിലിറ്റി ഹാസ് അച്ചീവ്ഡ് ആൻഡ് ദ പവർ ഓഫ് ഗാഡ് ഹാസ് ഡൺ. സോ പിന്നെ അച്ഛൻ പറഞ്ഞതിൽ എനിക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ച ഒരു പോയിന്റ്, അക്സെപ്റ്റിംഗ് എവ്രിതിങ് ആസ് ഫൈനൽ ഫ്രം ദ മൗത്ത് ഓഫ് ജീസസ്. നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഫ്രെയിം വർക്ക് മാറ്റുക. നമ്മൾ ആരെല്ലാം പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുകയും നിങ്ങളുടെയൊക്കെ ഇൻഫർമേഷൻ്റെ സോഴ്സ് ഏതാ? മിക്കവാറും ഗൂഗിളും യൂട്യൂബും ഒക്കെ ആയിരിക്കും. കുറച്ച് പേരൊക്കെ ദാനിയേലച്ചനെ കേൾക്കുന്നുണ്ടാവും. കേട്ടാലും ദാനിയേലച്ചൻ പറഞ്ഞൊരു കാര്യം പിന്നെ ആരാന്ന് എനിക്കറിയത്തില്ല, വേറെ ആരാ ഉള്ളത്? പിന്നെ യൂട്യൂബിൽ ഒത്തിരി ആളുകൾ പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പല വ്യൂ പോയിന്റുകളും കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ആഴത്തിലൊരു ബോധ്യമുണ്ടോ ഈശോ എന്താണോ പറഞ്ഞത് അതാണ് സത്യം? ആ സത്യത്തെ അതേപടി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്. ഇന്നിപ്പോൾ അച്ഛൻ നമ്മളോട് പല കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ കുർബാന അർപ്പിക്കുന്നതിനെക്കുറിച്ചും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് അച്ചട്ട ഈശോയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കും എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായോ? പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് കൂടുതൽ ബോധ്യം വന്നത്, അതായത് അച്ഛൻ ഈ വചനത്തിൻ്റെ ബേസിസിലെല്ലാം പറയുന്നത്, അച്ഛൻ ആ എക്സ്പ്ലനേഷൻ വരുന്നത്, പക്ഷെ ആ വചനം അച്ഛൻ പറയുമ്പോൾ അത് അച്ഛൻ്റെ എക്സ്പ്ലനേഷൻസ് ഒരു സൈഡിൽ കൂടെ ഉണ്ടെങ്കിലും വേറെ ഒരു കുറേ ഡീപ്പർ ലെവലിൽ ഇറ്റ് ഈസ് സിങ്കിങ് ഇൻ ടു അവർ ഹാർട്ട്സ്. ദ വേർഡ് ഈസ് ഗോയിങ് ഇൻ ഡിഫറെൻറ്റ് റെലംസ് ആൻഡ് ഡിഫറെൻറ്റ് ഡെപ്സ് ഇൻ ടു അവർ ഹാർട്ട്സ്. സോ ദ പവർ ഓഫ് ദ വേർഡ് ടു സ്പീക്ക് ടു ദിസ് പേഗൻ വേൾഡ്. ദ വേർഡ് ഹാസ് ക്രിയേറ്റീവ് പവർ എന്ന് എനിക്ക് പിന്നെയും മനസ്സിലാവായിരുന്നു. ഔട്ട് ഓഫ് നത്തിങ് ഗാഡ് ക്രിയേറ്റഡ് and out of something he creates himself. So this word has immense power to create in this world whatever it is lacking, and that is so powerful. So അത് ആ ഒരു പ്രത്യാശ ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പം we are becoming more and more hopeful of heavens being opened. പേഗൻ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പനച്ചിക്കലച്ചൻ്റെ കഥ പറഞ്ഞത് ഓർത്ത് തന്നെ ഒത്തിരി അത് സ്പർശിച്ചു. അതായത് യേശു ഏകരക്ഷകനാണ്, കർത്താവ് നമ്മുടെ നാഥനും രക്ഷകനുമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ സ്വർഗം മുഴുവൻ കൈയടിച്ചു അത്രേ. അപ്പം ഞാൻ ഓർത്തിട്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? ചിലപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പോലും യേശു ഏകരക്ഷകനാണെന്ന് പറയാനായിട്ട് നമ്മൾ മടിക്കും, അല്ല നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരോട്. ഇനി അങ്ങനൊരു കോൺവെർസേഷൻ വന്നാൽ പോലും നമുക്ക് പറയാൻ സാധിക്കുമോ ഈശോ സത്യമായും എൻ്റെ രക്ഷകനാണ് എന്ന് മാത്രമല്ല അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ശക്തമായിട്ട് ബോധ്യത്തോടുകൂടെ നമുക്ക് പറയാൻ സാധിക്കുമോ? അച്ഛൻ പറഞ്ഞത് യുവജനങ്ങൾക്ക് ധ്യാനങ്ങൾ കൊടുക്കുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് പറയുന്നത് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് അച്ഛൻ പറഞ്ഞേ? പരിശുദ്ധാത്മാവിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം എന്തുകൊണ്ടാ? ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. പരിശുദ്ധാത്മാവ് സദാ പ്രവർത്തന നിരതമായിരിക്കുന്ന ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ രക്ഷകനാണെന്ന് പറയാമെന്നുള്ളത്. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ രക്ഷകനാണെന്നും നമ്മളെ സൗഖ്യപ്പെടുത്തുന്നവനാണെന്നും നമ്മൾ പറയാന്നുള്ളത്. അപ്പം എനിക്ക് തോന്നി നമ്മൾ കുറേ കൂടെ കോൺഷ്യസ് ആയിട്ട് യേശു രക്ഷകനാണെന്ന് നമ്മളോട് തന്നെ, നമ്മുടെ കുടുംബത്തോടും നമ്മളുടെ മക്കളോടും പറയണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ റിഫ്ലക്ഷൻസ്. അച്ഛൻ്റെ ക്ലാസ്സുകൾ പോയിന്റുകളെല്ലാം ഒത്തിരി ഉണ്ട്. അതൊക്കെ നോട്ട്സ് എഴുതി വെച്ച് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പിന്നീട് ഏതെങ്കിലും ഒരു സെഷന് ശേഷം ഇതുപോലെ നമുക്ക് പുറകോട്ടൊന്ന് അനലൈസ് ചെയ്യാം. താങ്ക് യു.